ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് നീ ബോവസിൻ്റെ കാക്കൽ ചെന്ന് കിടക്കുക. അമ്മായിയമ്മ മരുമകൾക്ക് വിശ്രമസ്ഥലം അന്വേഷിക്കുകയാണ്. എന്തൊരു സ്നേഹമുള്ള കുടുംബം. 1-ാം അധ്യായത്തിൽ ഈ അമ്മായിയമ്മയും 2 മരുമക്കളും മുഖത്തോട് മുഖം നോക്കി കരയുകയാണ്. അമ്മായിയമ്മ സ്വയം സഹതാപത്തോടെ ഇരിക്കുകയാണ്. ഞാൻ മാറിയായി പോയില്ലേ, ഞാൻ കയ്പായി പോയില്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ്. എൻ്റെ സന്തോഷമെല്ലാം തീർന്നില്ലേ, എനിക്ക് നല്ല കാലം കിട്ടാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇനി നല്ല കാലമില്ല, ഞാൻ വിധവയായിപ്പോയി, പ്രായമായി, എൻ്റെ സന്തോഷകാലങ്ങളെല്ലാം തീർന്നു, എൻ്റെ ഭാവി ഇരുളടഞ്ഞു. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴേക്കും ഈ അമ്മായിയമ്മ മരുമകളോട് പറയുന്നു, മോളെ നിനക്ക് ഞാൻ ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കാം. എത്ര പെട്ടെന്നാണ് ഈ മാറ്റം വരുന്നത്, എന്തൊരത്ഭുതം. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, വളരെ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. വളരെ അതിശയകരമായ ചില മുന്നേറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അത്ഭുതകരമായ ചില പുരോഗതികൾ നിങ്ങൾ കൈവരിക്കും. നിങ്ങൾ വിശ്വസിക്കൂ, ഇത് അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്ന ചില കാര്യങ്ങൾ വളരെ എളുപ്പം സാധിക്കും. നിങ്ങൾ അത്ഭുതത്തോടെ കാണും. ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. നിത്യനായ ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തിയാൽ ഇതെല്ലാം സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. കരഞ്ഞു വീർത്ത മുഖവും കൺപോളകളും കണ്ണീരണിഞ്ഞ മുഖവും ദുരിതം പിടിച്ച ജീവിതവുമായി വലഞ്ഞ അമ്മായിയമ്മയും മരുമോളും ഇപ്പോൾ നല്ല പ്രസന്നത കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രസന്നത. ഞാൻ ബിറ്റർനെസ്സാണെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ പ്ലസൻനെസ്സായി മാറുകയാണ്. നവമി എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലസൻ്റ് എന്നാണ്. പക്ഷേ നവമി പറഞ്ഞു, ഇനി പ്ലസൻ്റ് അല്ല, ഞാൻ ബിറ്ററായിപ്പോയി, ഞാൻ കയ്പായിപ്പോയി. ഡോണ്ട് കോൾ മീ പ്ലസൻറ്റ് ബട്ട് കോൾ മീ ബിറ്റർനെസ്. എന്നെ നിങ്ങൾ നവമി എന്ന് വിളിക്കേണ്ട, എന്നെ നിങ്ങൾ കയ്പെന്ന് വിളിച്ചോളൂ. അതെനിക്ക് പറ്റിയ പേര്. എൻ്റെ നല്ല കാലം പോയില്ലേ. ആ നവമി ഇന്ന് സ്വന്തം കാര്യം മാത്രമല്ല, മരുമകളുടെ കാര്യവും കൂടി അന്വേഷിക്കുന്നു. മരുമകൾക്ക് വിശ്രമസ്ഥലം അന്വേഷിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെത്താൻ പഴിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരെ സമ്പന്നരാക്കാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അനേകരെ ആശ്വാസ സമൃദ്ധിയിലേക്ക് എത്തിക്കാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കും. അനേകർക്ക് സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നവരായിത്തീരാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കും. മാറ്റങ്ങൾ പെട്ടെന്നാണ് വരുന്നത്. യേശു ക്രിസ്തു വന്നാൽ മാറ്റം വരും. നിങ്ങൾ വിശ്വസിക്കൂ. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ വഴി തുറക്കൂ. കർത്താവിന് വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. യേശു ക്രിസ്തുവിന് പ്രവേശിക്കാൻ നിങ്ങൾ വഴിയൊരുക്കുവീൻ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വരാൻ വഴിയൊരുക്കണം. ഈ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരുവാൻ ഇന്ന് സാധിക്കാത്ത വിധത്തിൽ വലിയ തടങ്കൽ പാറകൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പാപത്തിൻ്റെ പെരും കൂമ്പാരങ്ങൾ. ഈ പാപത്തിൻ്റെ വലിയ ഭാണ്ഡക്കെട്ടുകളിൽ ഇരിക്കുന്നു. അശുദ്ധി ക്രിസ്തുവിന് തൊട്ടുകൂടാ, അശുദ്ധി ക്രിസ്തുവിന് സ്പർശിച്ചുകൂടാ. അതുകൊണ്ട് കർത്താവ് അങ്ങോട്ട് അടുക്കുകയില്ല. നിങ്ങളതെല്ലാം എടുത്ത് മാറ്റുവാൻ തീരുമാനിക്കൂ. നിശ്ശേഷം മാറ്റുവാൻ നിങ്ങൾ തീരുമാനമെടുക്കൂ. കാണാം, കർത്താവ് നിങ്ങൾ വഴിയൊരുക്കുകയാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുന്നു. ക്രിസ്തു കടന്നു വരട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കും. മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? നീ ഒരു കാര്യം ചെയ്യൂ. ബോവസ് സന്തുഷ്ടനായി അവൻ്റെ കളത്തിൽ ചെന്ന് കിടക്കുമ്പോൾ നീ അവൻ്റെ കാൽക്കൽ പോയി അഭയപ്പെട്ട് കിടക്കുക. അവൻ്റെ കാൽക്കൽ ചെന്ന് നീ അവിടെ മാത്രമേ എനിക്ക് അഭയമുള്ളൂ എന്ന സ്ഥിതിക്ക്, അവിടെ മാത്രമേ എനിക്ക് സങ്കേതമുള്ളൂ എന്ന സ്ഥിതിയിൽ നീ അവിടെ പോയി കിടക്കുക. പക്ഷേ ഒരു കാര്യം, നീ അവിടെ പോയി കിടക്കുന്നതിന് മുൻപ് നീ കുളിക്കണം, നീ തൈലം പൂശണം, നീ വസ്ത്രം ധരിക്കണം. വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കണം. 1 നീതിൻ വസ്ത്രം, 2 രക്ഷാവസ്ത്രം, 3 സ്തുതി എന്ന മേലാണ്. 4-ാമത്തെ വസ്ത്രം ഉത്സവ വസ്ത്രമാണ്. ഉത്സവ വസ്ത്രം നമുക്ക് വായിക്കാം. ഏതാണ് ഉത്സവ വസ്ത്രം? സെഖര്യാവ് 3:1 മുതൽ വായിക്കാം. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന് മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ
അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർസിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. യോശുവ നൂൻ്റെ മകനായ യോശുവ അല്ല, യഹോസാദാക്കിൻ്റെ മകനായ യോശുവ. യോശുവ മഹാപുരോഹിതനാണ്. മോശയ്ക്ക് ശേഷം വന്ന യോശുവ നൂൻ്റെ മകനായ യോശുവയാണ്. ഈ യോശുവ മഹാപുരോഹിതനായ യോശുവയാണ്. അന്ന് മഹാപുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും വലിയ പദവി ഉണ്ടായിരുന്നു. അന്ന് പ്രവാചകന്മാർ അവരെ പൗരോഹിത്യ വേല കൂടി ചെയ്യുന്നവരായിരുന്നു. യെഹെസ്കേൽ പുരോഹിതനുമാണ്, പ്രവാചകനുമായിരുന്നു. പുരോഹിതനുമാണ്, പ്രവാചകനുമാണ്. അവരെ രാജാക്കന്മാർ മാനിച്ചിരുന്നു. ഭരണാധികാരികൾ അവരെ വളരെ ആദരിച്ചിരുന്നു. സഖരിയാവിൻ്റെ പുസ്തകത്തിൽ യോശുവയെക്കുറിച്ച് പറയുന്നുണ്ട്, സെരുബ്ബാബേലിനെ കുറിച്ച് പറയുന്നുണ്ട്. സെരുബ്ബാബേൽ ഒരു ഗവർണറായിരുന്നു, ഭരണാധികാരിയായിരുന്നു, ഗവർണറായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിയമിക്കപ്പെട്ട ആളായിരുന്നു സെരുബ്ബാബേൽ, ഗവർണർ. ഈ സെരുബ്ബാബേലും യോശുവയും കൂടിയാണ് ജനത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അടിമത്തത്തിൽ കഴിയുന്ന ജനത്തിന് ആവശ്യമുള്ള ഉപദേശം കൊടുക്കുകയും അവരെ അടിമത്തത്തിൽ നിന്ന് വിടർത്തുവാൻ വേണ്ടി അധ്വാനിക്കുകയും അവരെ ആത്മീയമായ വഴിയിൽ നടത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളാണ് യഹോസാദാക്കിൻ്റെ മകനായ യോശുവയും ശെയൽത്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലും. വ്യവസ്ഥ വായിക്കുമ്പോൾ ഹൃദയസ്പർശിയായ ഒരു വാക്യമുണ്ട്. എൻ്റെ ദാസനായ ശെയൽത്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലെ, ഞാൻ നിന്നെ എടുത്ത് എൻ്റെ വലം കൈയിലെ മുദ്രാമോദരമാക്കും. ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. എൻ്റെ ദാസനായ ശെയൽത്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലെ, ഞാൻ നിന്നെ എടുത്ത് എൻ്റെ വലം കൈയിലെ മുദ്രാമോദരമാക്കും. ദൈവത്തിൻ്റെ വലം കൈയിലെ മുദ്രാമോദരം ദൈവത്തിൻ്റെ വലം കൈയിൽ ആഭരണമായി ധരിക്കുമെന്ന് അത്രമാത്രം വിലപ്പെട്ടവനായി ദൈവം കാണുന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഇതിൽ യോശുവ വസ്ത്രം മുഷിഞ്ഞുപോയി. ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസൻ്റെ വസ്ത്രം മുഷിഞ്ഞുപോയി. ദൈവത്തിൻ്റെ വേലക്കാരൻ്റെ വസ്ത്രം മുഷിയാൻ പാടില്ല, ആരുടെയും വസ്ത്രം മുഷിയരുത്. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വേലക്കാരൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ പൊടി പോലും പറ്റരുത്. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ വസ്ത്രത്തിൽ ചെറിയൊരു മലിനതയുടെ പൊടി പോലും പറ്റരുത്. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. തുടരെയുള്ള ശുശ്രൂഷ കൊണ്ടായിരിക്കണം. തുടരെയുള്ള ശുശ്രൂഷ ജനത്തിൻ്റെ ഇടയിൽ കൂടി ഓടി നടന്ന് വേല ചെയ്യുന്നു. ഓടി നടന്ന് വേല ചെയ്യുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചു കൊള്ളണം. വസ്ത്രം മുഷിയാൻ സാധ്യതയുണ്ട്, കേടുപറ്റാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിശ്രമമില്ലാതെ ഓടുമ്പോൾ നാം നമ്മുടെ വസ്ത്രം അലക്കുന്ന കാര്യം ശ്രദ്ധിക്കാറില്ല, നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കും, അവർക്ക് ആരും കാര്യം പറഞ്ഞു കൊടുക്കും, പക്ഷേ എൻ്റെ വസ്ത്രം മുഷിച്ചിരിക്കുന്നല്ലോ എന്ന് ചിന്തിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് വസ്ത്രം അലക്കിക്കൊള്ളണം, ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് വസ്ത്രം കഴുകിക്കൊള്ളണം. ദിവസേന വസ്ത്രം അലക്കണം. ദിവസേന വസ്ത്രം അലക്കുന്ന വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഈ ശരീരത്തിൽ ഈ ഷർട്ടും മുണ്ടുമെന്നല്ല ഈ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൻ്റെതല്ല, ആത്മാവിൻ്റെ വസ്ത്രം അലക്കണം. ആത്മാവിൽ എന്നുമെന്ന് ശുദ്ധീകരണം പ്രാപിക്കണം. അങ്ങോട്ട് പറയുന്ന വാക്ക്, ജനത്തിങ്കിലേക്ക് കൊടുക്കുന്ന വാക്ക്, അത് തിരിഞ്ഞ് കൊത്തുന്നതാണ്, തിരിഞ്ഞ് വെട്ടുന്നതാണ്. ഇരുവായത്തിലുള്ള വാളാണ് ഈ വചനം. അങ്ങോട്ട് വെട്ടുന്നതിൻ്റെ, അതിൻ്റെ ഇരുവായത്തിലുള്ള വാളിൻ്റെ ഒരു വായത്തിൽ ഇങ്ങോട്ടാണ്, എന്നിലേക്കാണ്, എൻ്റെ ഹൃദയത്തിലേക്കാണ് എന്ന് ഓരോ സുവിശേഷകനും ധരിച്ചിരിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വസ്ത്രം മുഷിഞ്ഞു. ഞാനൊരു സംഭവം കേട്ടു, വായിച്ചതാണ്. രണ്ടുപേരും കൂടി വിറക് കീറുകയായിരുന്നു. വിറക് കീറുക, നല്ല അധ്വാനികളാണ്. പക്ഷേ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കും. കുറേ നേരം പണിത് കഴിഞ്ഞാൽ വിറക് കീറി കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കും. മറ്റേ ആൾ മുഴുവൻ സമയം അത്യധ്വാനം ചെയ്ത് വിറക് കീറിക്കൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോൾ ഈ വിശ്രമിച്ച ആൾ കൂടുതൽ വിറക് കീറിയിട്ടുണ്ട്. എന്നാൽ നിരന്തരം ഒരു ഒട്ടും വിശ്രമിക്കാതെ കയറിയ ആൾക്ക് അത്രയും വിറക് കയറാൻ പറ്റിയില്ല. അത് നിരാശയായി. അദ്ദേഹം ചോദിച്ചു, സ്നേഹിത, ഇതെങ്ങനെ പറ്റിച്ചു ഈ കാര്യം? അതെങ്ങനെയാണ് സാധിച്ചത്? വിറക് കീറി നമ്മൾ ഒരുമിച്ച് കീറി തുടങ്ങി. ഞാൻ ഒട്ടും വിശ്രമിച്ചില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയി വിശ്രമിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ്? നിങ്ങൾക്കാണല്ലോ കൂടുതൽ കിട്ടിയത്. അത് ഞാൻ
വിശ്രമിക്കാനായിട്ട് മാറിയത് വെറും വിശ്രമമായിരുന്നില്ല. ഞാൻ എൻ്റെ കോടാലി മൂർച്ച കൂട്ടുകയായിരുന്നു. എൻ്റെ കോടാലി മൂർച്ച കൂട്ടുകയായിരുന്നു. കുറേ നേരം വെട്ടി കഴിയുമ്പോൾ പിന്നെ മൂർച്ച കൂട്ടണം. അതുകൊണ്ട് ഞാൻ മാറിയിരുന്ന് കോടാലി മൂർച്ച കൂട്ടുകയായിരുന്നു. എന്നിട്ട് പിന്നെ വന്ന് വെട്ടി. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കീറാൻ പറ്റി, വിറക് കീറാൻ പറ്റി. നിങ്ങൾക്കർത്ഥം മനസ്സിലായോ? നമ്മുടെ കോടാലി മൂർച്ച കൂട്ടിക്കൊള്ളണം. കോടാലി ചിലപ്പോൾ വായുത്തല മടങ്ങിയെന്ന് വരും. ചിലപ്പോൾ നമ്മുടെ ഉത്സാഹം കൊണ്ടും ശുദ്ധോദ്ദേശം കൊണ്ടും തന്നെ ആയിരിക്കും. പക്ഷേ ചെന്ന് വെട്ടുന്നത് പാറയിലേക്കായിരിക്കും. മരത്തിൽ വെട്ടാനുള്ള സാധനം കൊണ്ട് പാറയിൽ വെട്ടാൻ പാടില്ല. പാറയിൽ കൊണ്ട് വെട്ടിയാൽ കോടാലിയുടെ ഭാഗത്തിൽ മടങ്ങിപ്പോകും, കോടാലിയുടെ മൂർച്ച പോകും. അല്ല, വേണ്ട, മരത്തിൽ തന്നെയാണ് വെട്ടുന്നതിരിക്കട്ടെ. മരത്തിൽ തന്നെയാണ് വെട്ടുന്നതെങ്കിലും ചിലപ്പോൾ തുടരെ വെട്ടി കഴിയുമ്പോൾ ഒന്ന് മൂർച്ച കൂട്ടേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, സ്വാഭാവികമല്ലേ? മൂർച്ച കൂട്ടണം. അനേകം സുവിശേഷകന്മാർ മൂർച്ച കൂട്ടുന്നില്ല. അനേകം ദൈവവേലക്കാർ മൂർച്ച കൂട്ടുന്നില്ല. മാറിയിരുന്ന് സ്വയം കണ്ടെത്തുന്നില്ല. മാറിയിരുന്ന് എൻ്റെ അവസ്ഥ എന്താണ്? ഞാനിതെല്ലാം ജനത്തോട് പറഞ്ഞു. കർത്താവേ, നീ എല്ലാം കാണുന്നല്ലോ. യേശുവേ, നിനക്ക് മുഖപക്ഷം ഇല്ലല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം ചെയ്യുന്നതിന് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. മുഖപക്ഷമില്ലാത്ത ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം നീതിമാനാണ്. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്? ശോധന ചെയ്യേണ്ടതാണ്. ഓരോ വിശ്വാസിയും തന്നെ ശോധന ചെയ്യേണ്ടതാണ്. നാം ആളാം പ്രതി വേല ചെയ്യുന്നു, ഭവനങ്ങൾ തോറും കയറി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു. പലപ്പോഴും നമ്മുടെ കാര്യം നാം ഓർക്കാറില്ല. എനിക്കെന്തെങ്കിലും തിരുത്താനുണ്ടോ? എനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയോ? ഞാൻ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഉത്സവ വസ്ത്രം ധരിക്കേണ്ടതിന് പകരം മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രം മുഷിഞ്ഞു പോയി. അനേകം പേർക്ക് ഈ അപകടം വരാറുണ്ട്. വസ്ത്രം മുഷിഞ്ഞു പോകുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വന്നു, ഒരു വിരുന്നുകാരൻ വന്നു. മാന്യനായ ഒരു മനുഷ്യനാണ് വന്നത്. വളരെ വിഭവസമൃദ്ധമായ ഒരു ആഹാരമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ അദ്ദേഹത്തിന് ആഹാരം കൊടുത്തു. അതോ നിങ്ങൾ വളരെ കാര്യമായി സാധനം എടുക്കാറില്ലാത്ത നല്ലൊരു തളികയിൽ നല്ലൊരു പ്ലേറ്റിൽ, നല്ല ഒന്നൊന്നരം പ്ലേറ്റ്, നല്ല വില കൂടിയ പ്ലേറ്റ്, അതിൽ നിങ്ങൾ ഏറ്റവും നല്ല ആഹാരം, പാകം ചെയ്ത ആഹാരം നിങ്ങളുടെ അതിഥിക്ക് നിങ്ങൾ കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടെ ഭക്ഷിച്ചു, എഴുന്നേറ്റ് പോയി. 3-4 ദിവസത്തേക്ക് അദ്ദേഹം ഇവിടെ ഉണ്ട്. 3-4 ദിവസം കഴിഞ്ഞേ പോവുകയുള്ളൂ. നിങ്ങൾക്ക് സന്തോഷമാണ്. ആദരണീയനായ ഒരു അതിഥിയാണ്, സൽക്കരിക്കേണ്ട മനുഷ്യനാണ്, നിങ്ങൾക്കറിയാം. നിങ്ങൾ പിറ്റേ ദിവസം ചോറ് വിളമ്പി വെച്ചു. ഈ പാത്രത്തിൽ, മനോഹരമായ പാത്രമാണ്, ചോറ് വിളമ്പി വെച്ചു, ആഹാരമെല്ലാം തയ്യാറാക്കി വെച്ചു. അദ്ദേഹം കഴിച്ച് അടിയിലായപ്പോഴേക്ക് ഏതാണ്ടൊരു മനംപുരട്ടൽ പോലെ, ഏതാണ്ട് പ്രയാസം. എന്താ? അദ്ദേഹത്തിന് മനസ്സിലായില്ല, ഈ വിളമ്പിയാൾക്ക് മനസ്സിലായില്ല. കാരണം ആ വിളമ്പിയാൾ അറിഞ്ഞില്ല അദ്ദേഹത്തിന് മനംപുരട്ടലുണ്ടെന്ന്. അല്പം ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. അദ്ദേഹം മുഴുവൻ കഴിക്കാതെ എഴുന്നേറ്റ് പോയി കൈ കഴുകി. കാര്യം എന്തായിരുന്നു? തലേ ദിവസം ആഹാരം കൊടുത്ത പാത്രം കഴുകാതെയാണ് പിറ്റേ ദിവസം ആ പാത്രത്തിൽ ആഹാരം കൊടുത്തത്. കേൾക്കുമ്പോൾ അല്പം നിങ്ങൾക്കൊരു അറപ്പ് പോലെ തോന്നും. തലേദിവസം ഭക്ഷണം കഴിച്ച ആ പാത്രം കഴുകാതെയാണ് പിറ്റേ ദിവസം ആ പാത്രത്തിൽ വിളമ്പി കൊടുത്തത്. 3-ാം ദിവസം ഇത് നല്ല വിശിഷ്ടമായ ആഹാരമാണ്. ഇതേ പ്ലേറ്റ്, നല്ല ഒന്നാന്തരം പ്ലേറ്റ്, വില കൂടിയ പ്ലേറ്റാണ്, ആഹാരം കൊണ്ട് വെച്ചു. പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ദുർഗന്ധം. അദ്ദേഹം കാര്യമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എഴുന്നേറ്റ് പോയി, കഴിച്ചില്ല. എന്താണ്? അത് കഴിക്കാൻ വയ്യാതെ പോയി, കഴുകിയില്ല. 3-ാം ദിവസമായിട്ടും കഴുകിയില്ല. നല്ല ആഹാരമാണ് നിങ്ങൾ വിളമ്പുന്നത്, നല്ല പാത്രത്തിലാണ് വിളമ്പുന്നത്, ഏറ്റവും വിശിഷ്ടമായ ആഹാരമാണ് വിളമ്പുന്നത്. പക്ഷേ ആ പാത്രം കഴുകിക്കൊള്ളണം. ഈ സ്വർഗീയമായ ഭോജനം പകരുന്നതായ പാത്രം കഴുകിക്കൊള്ളണം. യോശുവയ്ക്ക് അത് സാധിക്കാതെ പോയി. യഹോസാദാക്കിനവനായ യോശുവയ്ക്ക് അത് മനസ്സിലാകാതെ പോയതാണോ? അത് സാധിച്ചില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വസ്ത്രം എന്നുമെന്നും കഴുകിക്കൊള്ളണം. നമ്മുടെ ജീവിതത്തെ എന്നുമെന്നും ശുദ്ധീകരിച്ചു കൊള്ളണം. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ മാറിയിരുന്ന് നിങ്ങൾ സ്വയം ശോധന ചെയ്യണം. എന്തെങ്കിലും തിരുത്താനുണ്ടോ? എൻ്റെ സംസാരത്തിൽ നിങ്ങൾ തിരുത്താനുണ്ടോ? എൻ്റെ പെരുമാറ്റത്തിൽ നിങ്ങൾ തിരുത്താനുണ്ടോ? എൻ്റെ മനോഭാവത്തിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ? എൻ്റെ കർത്താവേ,
യേശുക്രിസ്തു എന്നിൽ വാസ്തവമായി ഇപ്പോൾ പ്രസാദിക്കുന്നുണ്ടോ? യേശുക്രിസ്തു എന്നെ നോക്കുമ്പോൾ ഇപ്പോൾ കർത്താവിൻ്റെ മുഖം പ്രസന്നമാണോ അതോ കർത്താവിൻ്റെ മുഖം മ്ലാനമാണോ? യേശുക്രിസ്തു എന്നെ നോക്കി സങ്കടഭാവത്തോടെയാണോ നിൽക്കുന്നത്? ഇപ്പോൾ കർത്താവ് എന്നെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ദൈവത്തിന് സ്തോത്രം. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചപ്പോഴേക്കും ദൈവപുരുഷൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചപ്പോഴേക്കും അവകാശം പറഞ്ഞ് പിശാച് വരികയാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ പിശാച് വരും, സാത്താൻ വരും, സാത്താൻ്റെ കിങ്കരന്മാർ വരും. അവർക്ക് ഏത് സമയത്തും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാം. ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ അവന് ആരുടെ അനുവാദം വേണ്ട. കാരണം ഒരു ദൈവദാസനിൽ ദൈവം പ്രസാദിച്ച ദൈവം വളർത്തിക്കൊണ്ടുവരും ദൈവത്തിൻ്റെ ശുശ്രൂഷകനിൽ പാപം വന്നാൽ പിശാചിന് അവൻ്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലാം. എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാം. വളരെ ഭയപ്പെടേണ്ട കാര്യമാണ്. എൻ്റെ കർത്താവേ, എന്നിൽ പാപം വന്നാൽ, എന്നിൽ ഏതെങ്കിലും തിന്മ വന്നാൽ, എന്നിൽ ദൈവത്തിന് നിരക്കാത്തതായ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ പിശാചിന് എന്നെക്കുറിച്ച് അപവാദം പറയുവാനായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ഭയാനകമല്ലേ? സാത്താൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു, കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുകയാണ്. കുറ്റം ചുമത്തിക്കൊണ്ട്. പണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കുറ്റം ചുമത്തിക്കൊണ്ട് സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നല്ലോ. അതുപോലെ സാത്താൻ ചെന്നു, കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. നമുക്കൊന്നുകൂടി വായിക്കാം. 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന് മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. അവനെ കുറ്റം ചുമത്തുവാൻ വലത്തുഭാഗത്ത് നിൽക്കുന്നതും എനിക്ക് ദൈവത്തിൻ്റെ ദൂതൻ കാണിച്ചു തന്നു. സെഖര്യാവിന് കാണിച്ചു കൊടുത്തു. സെഖര്യാവിന് പാഠം കാണിച്ചു കൊടുക്കുകയാണ്, കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണ്. സെഖര്യാവിനെ കാണിച്ചു കൊടുത്തു, എനിക്ക് കാണിച്ചു തന്നു. പിന്നെ യഹോവ സാത്താനോട്, അപ്പോൾ യോശുവ വിഷമിച്ച് നിൽക്കുകയാണ്. യോശുവ അമ്പരപ്പോടെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും? വസ്ത്രം മുഷിഞ്ഞു പോയി, പിശാച് അവകാശം പറഞ്ഞ് നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? പാവം ദൈവപുരുഷൻ അമ്പരപ്പിലായി, സങ്കടഭാവത്തോടെ നിൽക്കുകയാണ്. സംഭവിച്ചു പോയല്ലോ, വസ്ത്രം കഴുകിയില്ലല്ലോ, മുഷിഞ്ഞ വസ്ത്രം ആയിപ്പോയല്ലോ. അനുതാപത്തോടെ നിൽക്കുകയാണ്, ഭാരത്തോടെ നിൽക്കുകയാണ്. ദൈവമുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ നിൽക്കുകയാണ്. സാത്താനെ അഭിമുഖീകരിക്കാൻ കെൽപ്പില്ലാതെ നിൽക്കുകയാണ്. തലതാഴ്ത്തി വിനീതനായി നിൽക്കുകയാണ്. കുറ്റം ചുമത്തപ്പെട്ട് നിൽക്കുകയാണ്. അപവാദി കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്നു. യോശുവ ദുഃഖിതനായി അനുതാപത്തോടെ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴെന്താണ് ഉണ്ടായത്? ദൈവം യോശുവയുടെ ദയനീയത കണ്ട് ദൈവത്തിന് കരുണ തോന്നി. ദൈവപുരുഷൻ്റെ ജീവിതത്തിൽ ഈ സംഭവിച്ചത് പ്രകടമായ മഹാപാപമൊന്നുമല്ല. വസ്ത്രം മുഷിഞ്ഞുപോയി, തുടരെയുള്ള ശുശ്രൂഷ കൊണ്ട് വസ്ത്രം മുഷിഞ്ഞുപോയി. വസ്ത്രം അലക്കാൻ സമയം കിട്ടിയില്ല. ബദ്ധപ്പാടോടുള്ള വേല കൊണ്ടാണ് വസ്ത്രം അലക്കാൻ സമയം കിട്ടാഞ്ഞത്. പ്രാർത്ഥിക്കാൻ നേരം കിട്ടിയില്ല. ഓടി നടന്നുള്ള വേലയാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ദൈവം കാണുന്നുണ്ടെല്ലാം. ദൈവത്തിന് യോശുവയോട് സഹതാപം തോന്നി. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദയനീയമായി, വളരെ വിനീതനായി, ലജ്ജാവിവശനായി, കുറ്റവാളിയായി, കുറ്റം ചുമത്തപ്പെട്ടവനായി നിൽക്കുന്ന പാവപ്പെട്ട ദൈവപുരുഷന് നേരെ ദൈവത്തിന് മനസ്സിലിവ് തോന്നി. യോശുവയുടെ അനുതാപം കണ്ട് ദൈവത്തിന് മനസ്സിലിവ് തോന്നി. ദൈവം സാത്താനോട് പറഞ്ഞു, നിനക്കറിയാമോ, ഈ നിൽക്കുന്ന യോശുവയിൽ നീ കുറ്റം ചുമത്തുന്നില്ലേ? പക്ഷേ അവൻ്റെ കാര്യം നിനക്കറിയാമോ? അവൻ ഞാൻ തീയിൽ നിന്ന് വലിച്ചെടുത്തതാണ്. അവൻ നരകാഗ്നിയിൽ വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു, നരകാഗ്നിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നരക തീയിൽ അവൻ താണുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്തു. നിനക്കറിയാമോ, എൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ്റെ രക്തം കൊടുത്താണ് അവനെ ഞാൻ വലിച്ചെടുത്തത്. ആ ആഴമുള്ള കുഴിയിലേക്ക് എൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ ഇറങ്ങിച്ചെന്നു. അവൻ കിടന്ന് അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ പൊക്കിയെടുത്തത് എൻ്റെ കരുണയാണ്, എൻ്റെ സ്നേഹമാണ്. ഞാൻ വില കൊടുത്ത് വാങ്ങിയ മകനാണ്. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. അവനെ നീ കുറ്റം ചുമത്തിയാൽ അതെനിക്ക് സഹിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഈ യോശുവയ്ക്ക് വേണ്ടി ദൈവം സാത്താനെ ഭത്സിച്ചു. യഹോവ സാത്താനെ ഇതിനെ ഭത്സിക്കുന്നു എന്ന് പറഞ്ഞു. വായിക്കാം ഭാഗം. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർസിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയായിരുന്നു. ദൈവം യോശുവയ്ക്ക് വേണ്ടി തക്ക സമയത്ത് ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് ദൈവം ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം അനന്ത സ്നേഹമാണ്. വീണുപോയെങ്കിലും, കറപറ്റിപ്പോയെങ്കിലും,
മുഷിഞ്ഞു പോയെങ്കിലും, തളർന്നു പോയെങ്കിലും, തകർന്നു പോയെങ്കിലും ഉദ്ധരിക്കാൻ കടന്നു വരുന്ന സ്നേഹമാണിത്. കൈ നീട്ടിപ്പിടിക്കുന്ന സ്നേഹമാണിത്. ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹമായിട്ട് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി സാത്താനെ ഭത്സിച്ചകറ്റാൻ മനസ്സിലുള്ളൊരു ദൈവമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങളെ കുറ്റം ചുമത്തുന്ന പിശാചിനെ മാറ്റി നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ ഉത്സവസം ധരിപ്പിക്കുന്ന സ്നേഹനിധിയാണ് ഈ ദൈവം. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം പാപം ക്ഷമിക്കുന്നവനാണ്, അകൃത്യം പൊറുക്കുന്നവനാണ്, ലംഘനങ്ങളെല്ലാം മറച്ചു തരുന്നവനാണ്, പാപങ്ങളെല്ലാം മറച്ചു തരുന്നവനാണ്. എല്ലാ പാപവും തൻ്റെ പുത്രൻ്റെ രക്തത്താൽ എല്ലാം മറച്ചു തരുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, ഗോകുൽത്തായിലെ സ്നേഹം, കുരിശിൽ കാണിച്ചു തന്ന സ്നേഹം, നമുക്ക് വേണ്ടി പിതാവിനോട് യാചിച്ച സ്നേഹം, നമുക്ക് വേണ്ടി രക്തമൊഴുക്കിയ സ്നേഹം, നമുക്ക് വേണ്ടി നിന്നയേറ്റ സ്നേഹം, നമുക്ക് വേണ്ടി ഭാരമേറിയ കുരിശു വന്ന സ്നേഹം, ആ സ്നേഹത്തെയും നിങ്ങളൊന്ന് കാണുമെങ്കിൽ നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ മുട്ടുകുത്തും. ആ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങൾ കുമ്പിടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹത്തിന് വേണ്ടി കേഴുന്ന മനുഷ്യർ സ്നേഹമെങ്ങും കാണാനില്ല, ഒരിടത്തും കാണാനില്ല. രാഷ്ട്രീയത്തിൽ സ്നേഹം കാണുന്നില്ല, സമുദായങ്ങളിൽ സ്നേഹം കാണുന്നില്ല, സഭകളിൽ സ്നേഹം കാണുന്നില്ല. എവിടെയും അധികാരത്തിൻ്റെ ഗർവും അധികാരത്തിൻ്റെ മതിപ്പുമാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. എവിടെയും പൈശാചികമായ പലതരത്തിലുള്ളതായ പ്രവണതകളാണ് കാണുന്നത്. എന്നാൽ ദൈവികമാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമാണ് പറയുന്നത് എന്ന് ഭാവിക്കുന്നു. എന്നാൽ ദൈവികമാണ് പറയുന്നതെന്ന് സ്വയം ഭാവിക്കുന്നു. പക്ഷേ ദൈവികമല്ലതാനും ആത്മീയമില്ലതാനും. എന്നാൽ ആത്മീയമായിട്ട് ഭാവിക്കുന്നു. എല്ലായിടത്തും ഇങ്ങനെയെല്ലാമാണ് കാണുന്നത്. അങ്ങനെയുള്ള ഇടത്ത് ഒരു വേർപെട്ട മനുഷ്യനായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. ഒരു വേർപെട്ട മനുഷ്യനായി, ഡിഫറെൻറ്റ് പേഴ്സണായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ഒരു വ്യതിരിക്ത മനുഷ്യനായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ഒരു വ്യത്യസ്ത പുരുഷനായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ ഒപ്പം ഒഴുകാതെ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. ഒഴുക്ക് വരുന്നുണ്ട്, ശക്തിയായ ഒഴുക്ക് തന്നെയാണ്. തിന്മയുടെ ഒരു ഒഴുക്കാണ് ഒഴുകി വരുന്നത്. എല്ലാം തിന്മയിലേക്ക് ഒഴുകുന്നു, എല്ലാം അശുദ്ധിയിലേക്ക് ഒഴുകുന്നു. എല്ലാ വക്രതയും വളവും അഴിമതിയും കൊള്ളരുതായ്മയും ദ്രവ്യാഗ്രഹവും കവർച്ചയും എല്ലാം ഏറ്റവും ഹീനമായ പാതകങ്ങൾ എല്ലാം ഉള്ളൊരു സമൂഹത്തിൽ എൻ്റെ കർത്താവേ, ഈ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സജീവ വ്യക്തിത്വമായി തീരുവാൻ എനിക്ക് കൊതിയുണ്ട്. നിങ്ങൾക്ക് പറയാമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ നിൽക്കുന്ന സഭയിൽ, നിങ്ങൾ പോകുന്ന പള്ളിയിൽ, നിങ്ങൾ ഇടപെടുന്ന ഫെലോഷിപ്പിൽ, നിങ്ങൾ ഇടപെടുന്നതായ കൂട്ടായ്മയിൽ നിങ്ങൾ ഒരു വിശുദ്ധ പുരുഷനായി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ നിങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് വേണ്ടി വാദിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി സാത്താനെ ഭത്സിക്കട്ടെ. പൈശാചിക ശക്തിയെ ഭത്സിച്ചകറ്റട്ടെ. ജീവനുള്ള ദൈവം ദുഷ്ടപിശാചിനെ മാറ്റി തരട്ടെ. പ്രിയപ്പെട്ടവരെ, അനുതാപത്തോടെ നിങ്ങൾ കരയുവീൻ, അനുതാപത്തോടെ പ്രാർത്ഥിപ്പീൻ. കർത്താവെ, വിലപ്പെട്ട സമയങ്ങളാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. വിലയേറിയ സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവെ, ഇന്ന് പ്രായം ഇത്രയും ആയി കഴിഞ്ഞു. നല്ല നല്ല കാലങ്ങൾ കളഞ്ഞുപോയി. നല്ല നല്ല കാലങ്ങൾ പാവത്തിന് വേണ്ടി ചെലവഴിച്ചു പോയി. നല്ല നല്ല കാലങ്ങൾ എൻ്റെ കർത്താവെ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു പോയി. ലോക സുഖങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു പോയി. ലോക മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ചെലവഴിച്ചു പോയി. ലോക മനുഷ്യരുടെ ബഹുമതിക്ക് വേണ്ടി ചെലവഴിച്ചു പോയി. എൻ്റെ യേശുവേ, ഇതിന് ഞാൻ ഓർത്തില്ല. നിന്നെ ഞാൻ നിൻ്റെ കൂടെയാണെന്ന് ഞാൻ ധരിച്ചപ്പോഴും കർത്താവെ, നിന്നെ മറന്ന് ഞാൻ ലോകത്തിൻ്റെ ദാസനായി ലോകത്തിൻ്റെ ദാസിയായി ജീവിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ ഏതാണ്ട് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. കർത്താവെ, നീ എന്നോട് മനസ്സിലെയ്യണം. ഇപ്പോൾ നീ എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ നിന്റെ തൃക്കര നീട്ടി ഒന്ന് തൊടണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ ഇരുകരവും വിരിച്ച രക്ഷക, നിൻ്റെ ആണിപ്പാടുള്ള പാദത്തിലേക്ക് ഞാനിതാ വരികയാണ്. എനിക്ക് വേണ്ടി രക്തം ചിന്തിയ പാദത്തിലേക്ക് ഞാനിതാ വന്ന് ആ പാദത്തിൽ ഞാൻ കെട്ടിപ്പിടിക്കുകയാണ്. കർത്താവേ, എനിക്ക് വേണ്ടി മുറിഞ്ഞ ആ പാദത്തിൽ ഞാൻ തഴുകുകയാണ്. എനിക്ക് വേണ്ടി ആണിയടിച്ച് തകർന്നതായ ആ മുറിവുകളെ ഞാൻ ചുംബിക്കുകയാണ്. ആ തിരുരക്തം എൻ്റെ അധരങ്ങളിൽ നാഥ പൊഴിയട്ടെ. ആ തിരുരക്തം എൻ്റെ അധരങ്ങളിൽ പുരണ്ട് കിട്ടട്ടെ. കർത്താവേ, ആ തിരുരക്തം എൻ്റെ അധരങ്ങളിൽ തൊട്ടാൽ ഇനിമേൽ കർത്താവേ, അരുതാത്ത ഒന്നിന് നാവിൽ നിന്ന് വരികയില്ല, അരുതാത്ത ഒന്നിന് നാവിലേക്ക് ചെല്ലുകയുമില്ല. കർത്താവേ, ഇനി എൻ്റെ യേശുവേ, ഇനി ഞാൻ നിൻ്റെ മാത്രം മക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ തീരുമാനിക്കാം, ദൈവത്തോട് വാക്ക് പറയാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അതിന് നിങ്ങൾക്ക് സഭ മാറേണ്ട കാര്യമില്ല, സമുദായം മാറേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹൃദയം ക്രിസ്തു മാറ്റിത്തരും, ഹൃദയം ക്രിസ്തു രൂപാന്തരപ്പെടുത്തി തരും. ഹൃദയത്തിൽ വലിയ ചലനം ഉണ്ടാകും.
ഹൃദയത്തിൽ വലിയ ആന്തരിക വിപ്ലവം ഉണ്ടാകും. സ്വർഗ്ഗം നിങ്ങളിലേക്ക് എഴുന്നള്ളി വരും. സ്വർഗീയ രാജാധിരാജ് നിങ്ങൾ കൂടാരമടിക്കും. യേശുക്രിസ്തു നിങ്ങളുടെ മേൽ കൂടാരമടിക്കും. യേശുക്രിസ്തു നിങ്ങളുടെ മേൽ ഊന്നി നിൽക്കും. യേശു നിങ്ങളിൽ നിന്നുകൊണ്ട് ചില ദേശങ്ങൾ കൈവശമാക്കും, ചില ദേശങ്ങൾ പിടിച്ചടക്കും. നിങ്ങളിൽ നിന്നുകൊണ്ട് ചില ഭവനങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളിൽ നിന്നുകൊണ്ട് ചില രോഗികൾക്ക് സൗഖ്യം തരും. നിങ്ങളിൽ നിന്നുകൊണ്ട് ചില വിഷമിക്കുകയും പ്രശ്നത്തിൽപ്പെട്ട് നട്ടം തിരിയുകയും ചെയ്യുന്നവർക്ക് ആശ്വാസം തരും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളിപ്പോൾ സമർപ്പിക്കുമോ? യേശുവേ, നിൻ്റെ പ്രതിനിധിയായി നിൽപ്പാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ യേശുവേ, നിൻ്റെ വിശുദ്ധനായി നിൽപ്പാൻ, നിൻ്റെ ശുദ്ധിമതിയായി നിൽപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ഓർക്കല്ലേ. കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിക്കണമേ. കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കണമേ. യേശുവേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റണമേ. ഉത്സവസ്ത്രം ധരിപ്പിക്കണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. നിങ്ങളുടെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. വെണ്മയുള്ള വസ്ത്രം, വിശുദ്ധ വസ്ത്രം നിങ്ങൾ ധരിക്കുന്നവരായി നിൽക്കാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ അഴുക്ക് പറ്റാതെ, അശുദ്ധിയാശാതെ ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. സമർപ്പിക്കൂ. നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് വചനം കേട്ട ഈ നിൻ്റെ മക്കളെല്ലാവരെയും അവിടുന്ന് തൊട്ടതിനായി സ്തോത്രം. കർത്താവെ, തൃക്കരം നീട്ടി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പുതിയ സമർപ്പണങ്ങളും തീരുമാനങ്ങളും ഉരുത്തിരിഞ്ഞ് വന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രിയൻ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പറക്കുവാനിടയാകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.